ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എളുപ്പത്തിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റ് എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിതാ ബീഫ് എടുത്ത് വെച്ചിന്. ബീഫ് ഇപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ബീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയായിട്ട് ഇട്ടത്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് കുറച്ച് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ബീഫ് നിങ്ങളെങ്ങനെ സാധാരണ വേവിക്കലെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ അങ്ങനെ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 7 വിസിൽ അങ്ങനെ അടുപ്പിക്കലുണ്ട്. ഞാൻ സാധാരണ ബീഫ് 7 വിസിൽ വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കൽ. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ അങ്ങനെ വേവിച്ചെടുക്കാം. ഞാനിതാ അത് വേവിച്ചെടുത്തിട്ട് അതവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലിന് പകരം വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ ഓയിലൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നല്ല വലുപ്പമുള്ള 2 ഉള്ളി ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ നല്ല വലുപ്പമുള്ള ഉള്ളിയാട്ടോ എടുത്തത്. പിന്നെ ഇതിലേക്ക് ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഇഞ്ചിൻ്റെ പേസ്റ്റും 1/2 ടീസ്പൂണ് വെളുത്തുള്ളിൻ്റെ പേസ്റ്റും ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ഇല്ലെങ്കിൽ രണ്ടും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടിത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എരിവ് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാൻ വേണ്ടി നോക്കാം. ഈ ഉള്ളി നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ ഫൈനായിട്ട് വാടൊന്നും വേണ്ട, ചെറിയൊരു രീതിയിലൊന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇതാ ചെറുതായിട്ട് ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. വേവിച്ചെടുത്ത ശേഷം മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഉരുളക്കിഴങ്ങും നമ്മുടെ ഉള്ളിയും എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആയിക്കോട്ടെ. പിന്നെ ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുക. ബീഫ് ഇപ്പം നമ്മൾ വേവിച്ചെടുത്ത ബീഫ് ചൂടാറിയ ശേഷം മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ വല്ലാണ്ട് ഫൈനായിട്ട് അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി വരട്ടെ, എന്നിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മസാലയിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുക്കുക. കയ്യിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഒന്ന് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ ചെയ്തെടുക്കട്ടെ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ബാക്കിയെല്ലാം ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്തിന്. ഇനി നമുക്കിതൊന്ന് മുട്ടേൻ്റെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാനുണ്ട്. അതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാനുണ്ട്. ഞാനിതാ മുട്ട എടുത്ത് വെച്ചിന്, അതുപോലെ ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിന്. നമ്മൾ റെഡിയാക്കിയാൽ ഒന്നെടുത്തിട്ട് ഈ ഒരു രീതിയിൽ മുട്ടേൻ്റെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിൽ നല്ലോണം തന്നെ അങ്ങനെ കോട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. ഞാനൊന്ന് ചെയ്തെടുത്തിന്, ബാക്കിയും കൂടി ചെയ്തെടുക്കട്ടെ.
ഞാനതാ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനു വേണ്ടി ഞാനതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലോണം ചൂടായ ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കട്ട്ലറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ഇട്ടിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എടുക്കുന്ന ആ ഒരു പാൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ടിട്ട് ചെയ്തിട്ടെടുക്കാം. ഒരു സൈഡിൽ ആയിക്കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാം. അങ്ങനെ രണ്ട് സൈഡ് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ രണ്ട് സൈഡും കളറൊന്ന് നല്ലോണം ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ബീഫ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.